പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കഞ്ഞിക്കും ചോറിനും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ കഞ്ഞിയുടെ കൂടെയാണ് ഇത് കൂട്ടി കഴിക്കുന്നത്. കഞ്ഞിക്കായാലും ചോറിനായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം, ഓയിലൊന്നും പോരാ. വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിലേക്കൊരു 6-7 ചുവന്നുള്ളി, ചെറിയതാണ്, അപ്പോൾ അതുകൊണ്ട് 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി നമുക്ക് ശരിക്കൊന്ന് വാട്ടിയെടുക്കണം. വല്ലാതെ ഇങ്ങനെ മൊരിയിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ചുവന്നുള്ളി ശരിക്കൊന്ന് വാടി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇത്രയും ആയി കഴിയുമ്പോഴാണ് ഇത് വാട്ടിയെടുത്ത് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയുടെ പീസ് ചെറുതാക്കി മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇഞ്ചി ചൂടാക്കിയെടുത്തിട്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക്, സെയിം ഉള്ളിയെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിലേക്ക് തന്നെ നമുക്ക് ഇതും മാറ്റി കൊടുക്കാം. ഈ ചമ്മന്തിക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഓരോന്നിനും ഓരോ അളവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അതും ഒന്ന് മാറ്റി എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചേർക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോ അളവാണ് അത് ചൂടാകുന്നതും നല്ലപോലെ മൂക്കുന്നതും ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം തേങ്ങ തിരുമ്മിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ശരിക്കും നമ്മൾ വറുത്തരയ്ക്കുന്ന കറിക്കെല്ലാം അരയ്ക്കുന്ന പോലെ അതേ അളവിൽ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ ചൂടിലിട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ശരിക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലപോലെ എല്ലായിടത്തും കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറായി വരുന്നവരേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ ചൂടിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്താൽ മതി. വല്ലാതെ ചൂട് കൂട്ടിയിട്ട് വറുത്താൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്നാക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വാട്ടി എടുക്കാം. തേങ്ങ ശരിക്കൊന്ന് വാടി വരുന്ന സമയത്തേക്ക്, ചെറുതായിട്ട് ഇങ്ങനെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ കളറ് മാറിക്കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 തണ്ട് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലയുടെ ഇലയും ശരിക്കും ഒന്ന് വാടി കഴിഞ്ഞിരുന്നവരേക്ക് അപ്പോഴേക്കും തേങ്ങയുടെ കളറ് ശരിക്കും നല്ല ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ അതുവരേക്ക് ഇത് ശരിക്കൊന്ന് എല്ലാം കൂടെയും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. തേങ്ങ ശരിക്ക് കളർ മാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് തേങ്ങ ഒന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ നേരത്തെ വറുത്തെടുത്തായതുകൊണ്ട് അതിൻ്റെ ചൂടെല്ലാം ശരിക്കും ആറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തേങ്ങ ഒന്ന് ചൂടാറി കിട്ടാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾക്ക് നേരത്തെ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിരുന്ന സാധനങ്ങൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പുളി, ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് മുളകൊന്നും ചേർത്തിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി നിങ്ങൾ ചുവന്ന മുളകാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ വറുക്കുന്ന സമയത്ത് ഒന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് മാത്രമേ പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചുവന്ന മുളകാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചമ്മന്തിക്ക് ഉപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ അളവും നമുക്ക് ചമ്മന്തിക്ക് എന്തൊരു ഉപ്പ് വേണമെന്ന് വെച്ചാൽ ആ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ നേരത്തെ തേങ്ങ ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കുക. അത് കുറച്ച് സമയമെടുക്കും, എന്നാലെന്നുണ്ടെങ്കിലും ഒട്ടും വെള്ളം ചേർക്കാതെ ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അരച്ചെടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെയും ഈ തേങ്ങ നമ്മൾ വറുത്തും എടുത്തിരിക്കുന്നതായതുകൊണ്ട് ഇത് എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും കേടാകാതെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കഴിക്കാനായിട്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പൾസ് ബട്ടൺ ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എല്ലാം കൂടെയും ഇതൊന്ന് ഒന്നിച്ച് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്.
ഇപ്പോൾ ഇത് ഒരു തവണ ഒന്ന് അരച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെള്ളം ചേർത്ത് അരയ്ക്കണം എന്നുള്ളവർക്ക് വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഒത്തിരി ദിവസം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കാതെ അരച്ച് കാണിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം ചേർത്ത് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ അത് ഒരു ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുക. ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഏത് പ്ലേറ്റിലാണോ വയ്ക്കുന്നത് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കൈ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം വേറൊരു പ്ലേറ്റിലേക്കും മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.